സൂറത്ത് യാസീന്റെ 9-ാമത്തെ ആയത്തായിട്ട് ഈ ആയത്തില് അള്ളാഹു ചൊല്ല് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ, അങ്ങനെ മുന്നലും നങ്ങ ഒരു തടകോടയാക്കിയ, ഒമിൻ ഖൽഫിഹിം സദ്ദ, അങ്ങനെ ബാക്കിലും നങ്ങ ഒരു തടകോടയാക്കിയ, ഫഅഗ്ശൈനാഹും, അങ്ങനെ നങ്ങ മൂടി വെച്ച, ഫഹും ലാ യുബ്സിറൂൻ, അങ്ങെന്തും കാണാത്തങ്ങായി പോയാറ് ചെന്നിട്ടായിട്ട് ഈ ആയത്തില് അള്ളാഹു ചൊല്ല്. ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഇമാമിങ്ങ ധാരാളമായ വിശേഷിക്കുന്നാർ. ഒർക്ക മക്കത്ത് മുശ്രിക്കീങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇട്ടാറ്. അങ്ങനെ കൊല്ലണ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ട് അങ്ങെല്ലാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഔത്ത് വന്നിട്ട് റൗണ്ട് അപ്പ് ആക്കിയാറ്, ചുത്തുകൂടിയാറ്. അങ്ങനെ തീരുമാനം എടുത്താറ്. എന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങ മുഹമ്മദ് പർത്ത് പറമ്പത്തുകു ആറ് മുർത്തനെ കൊള്ളുകീറ, എല്ലാ ഗോത്രത്തെയും ഒട്ടിಗೆ എല്ലാ ആൾമാരും കൂടണം. ഈ ബായില്ലായിട്ടിക്കൽ മുഹമ്മദ് ഭർത്തുണ്ട് പർത്ത് പറമ്പത്തുക ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പർത്ത് പറമ്പത്തുകു ഒർത്തനെ കൊല്ലല്ല, എല്ലാരും കത്തി ഉണ്ടാക്കണം. എല്ലാരും പറമ്പത്തുകു ഒരേ കൊത്തൽ എല്ലാരും കുത്തണം. ആ ഒർത്തനെ കൊന്നാൻ അവನು തീര ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണോ ചെന്നിട്ട് ഒരു തീരുമാനത്തിൽ വന്നാറ്. അങ്ങനെ ആ പ്ലാൻ ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔത്തെ ചുറ്റുകീനെ റൗണ്ട് അപ്പ് ആക്കിയാറ്. കൊത്തനുകുലെ തീരുമാനത്തിൽ വന്നാറ്, കൊല്ലണുകുലെ തീരുമാനത്തിൽ വന്നാറ്. അങ്ങനെ തീരുമാനത്തിൽ വന്നിട്ടാകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്നു, നബിയെ നിങ്ങൾ ഔത്തെ ഭർത്താവ് പറഞ്ഞു, ഔത്തെ ഭർത്താവ് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷയം കിട്ടിട്ട് മുശ്രിക്കിങ്ങ ഭർത്തലിങ്ങനെ കാത്തോണ്ടുള്ള ആളത്തിൽ വിഷയം കിട്ടിട്ട് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണെടുത്തിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ചൊല്ലത്. ആ ആയത്ത് ഒലിമ്പോ ആയത്ത് ഒലിച്ചു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ ചൊല്ല്. ആ ഒലിമ്പോ തോറും ആയത്ത് ഓതിട്ട് എവിധങ്ങ ഓർ ഏരിയയിലേക്ക് വെച്ച് എരിയുമ്പത്തുക എല്ലാരും കണ്ണുകും ഒരു കാണാത്ത പോലെ ആയിട്ടിക്കറ്. അവിടെ എന്തോ ഒന്നായ പോലെ ആയിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമ്മ ആറാം സെഞ്ച് പുറത്തായിട്ട് പോയി. ആ ടൈമിൽ പുറത്തായി പോകുമ്പോൾ നബിതങ്ങ ഇങ്ങനെ എറിഞ്ഞത് അങ്ങ് ഇന്ദ്രമാവുന്നായ പോലെ ആയിട്ടിക്കറ്. കണ്ണിಗೆ എന്തോ ഒന്ന് പൂഞ്ഞ പോലെ ആയിട്ടിക്കറ്. കാണ്ടേ ഇല്ല അങ്ങ് കുറെ നേരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചന്തത്തിൽ പുറത്തായിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പുറത്തായിട്ട് പോയിട്ട് കുറെ എത്രയോടെ എത്തിട്ടാകുമ്പോ ആയിട്ടിക്കറ്. ഇബ്ലീസ് വന്നിട്ട് ഇങ്ങനെ ഇത്തനാക്കിയ അല്ല ഇത് ആരെ കാത്തോണ്ടില്ലേ, ആരെ കാത്തോണ്ടില്ലേ പുറത്തിനിട്ട്. അപ്പ മുശ്രിക്കീങ്ങൾ ചെന്നാറ് മുഹമ്മദിനെ കാത്തോണ്ടല്ലേ, പുറത്തോട്ട് ഇത് കാത്തോണ്ടില്ലേ. അപ്പൊ ഇബ്ലീസ് ചെന്നാ നിങ്ങൾ എന്ത് മനുഷ്യന്മാരല്ല പോവാ, ആ മുഹമ്മദ് എപ്പമാ എവിടെയൊക്കെ പോയിട്ട് എത്ര അവിടെ എത്തിയിട്ടായിട്ട് നിങ്ങൾ എവിടെയൊക്കെ കാത്തോണ്ടുള്ളാറല്ലേ. അതായിട്ട് ഖുർആൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബി തങ്ങളെ ഒർക്കല്ല എത്രമാ പൊട്ടങ്ങ പ്ലാൻ ഇട്ടാറ് കൊല്ലണം വേണ്ടിയിട്ട് ആയെങ്കില ആയിട്ടില്ല. ഒർക്ക അബൂജഹൽ മക്കത്തെ മുശ്രിക്കീങ്ങളെ ഇട്ടിച്ചൊന്ന മുഹമ്മദ് മാത്തു ഇനി കാബത്തോടൊക്കെ മാത്തു നിസ്കരിക്കൊടൊക്കെ മാത്തു മഞ്ഞണ്ടായെങ്കിൽ കല്ലെടുത്തിട്ട് തലക്കടിച്ച് പൊട്ടുപോട്ടുണ്ട് ചെന്നിട്ടായിട്ടിക്കര്. അബൂജഹൽ ഭയങ്കരമായ ഒരു ഇതായിട്ടിക്കര്, എതിരെ അവാസായിട്ടിക്കറുണ്ട് മുശ്രിക്കീങ്ങളുടെ ഇടയിൽ. ഭയങ്കരമായ ഒരു വെല്ലുവിളിയായിട്ടിക്കര്. ലാ യുർദിഖന്ന റഅസഹു ബിൽ ഹജർ, കല്ലുകൊണ്ട് മുഹമ്മദിന്റെ തല താൻ പൊട്ടുപാട്ടം കൊണ്ട് ചെന്നിട്ടായിട്ടിക്കര് അബൂജഹൽ ചെന്നു. അങ്ങനെ ഈ അബൂജഹലും മുശ്രിക്കീങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കിയാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫഅതാഹു യൗമ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്താക്കിയിട്ട് എപ്പോഴും കാബത്തോടെ നിസ്കരിക്കും വരും പോലെ നിസ്കരിക്കണമെന്ന് വന്നത് ബന്ത നബി തങ്ങ നിസ്കരിച്ചോണ്ടുണ്ട്. അപ്പ ഓൺ സുന്ദരല്ലേ മുഹമ്മദ് മാത്തി കാബത്തോടെ വന്നിട്ട് എന്നെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തലടിച്ച് പൊട്ടുപാട്ടുണ്ട് വന്ന കല്ലെടുത്തോണ്ട് വന്ന ഒമാഹു ഹജറുൻ ലിയദ്മാഹു ബിഹി, കല്ല് കയ്യിലുണ്ട്. അങ്ങനെ ഈ കല്ല് ഇങ്ങനെ എടുത്തോണ്ട് വന്ന് കണിക്കാമേ ഈ ഇടത്ത കൈ എന്താ ഇട്ടുകൊണ്ടുണ്ട, ഇടത്ത കൈ പെരടി ഇങ്ങനെ പത്തി പിടിച്ചിട്ട് കല്ലിങ്ങനെ എരിയൊന്നും ഇങ്ങനെ ഭർത്താവത്ത് ഇടത്ത കൈ ഇങ്ങനെ പെരടി ഇങ്ങനെ പത്തി പിടിച്ചിട്ട് വലത്തെ കൈയുടെ കല്ല ഇത് പന്തിരയില്ല, ഇത് ഈ ഫെവിക്കോൽ കമ്പിട്ട പോലെ പത്തി പിടിച്ചിട്ടായിട്ട് ഇത് പന്തിരയില്ല. ഇങ്ങനെ ആക്കോത്ത് പോണ്ടയില്ല, എതിർകൊണ്ടില്ല. ഇങ്ങനെ ഇട്ടാകുമ്പോത്തുക ഓൺ ഇതേ കല്ലെടുത്തോണ്ടു എന്താക്കിയ മുസ്ലിം തെച്ചോണ്ടുള്ള അവിടെ വന്ന ഇത് പന്തില്ലാണ്ട് ഇങ്ങനെ ചൊല്ലുമ്പോത്തുകായിട്ടിക്കല് അതിലെ ബനി മഖ്സൂം ചൊല്ലു ഗോത്രത്തെ ഒരാൾ ചൊന്ന ആ നീ കാവലുണ്ടെങ്കിൽ ഓക്കെ ആ കല്ല് നക്ക് തരും.
നാലെടുത്ത് കടിച്ച് തലപൊട്ടവാട്ടരെ ചെന്നിട്ടു. ആ ബനി മഖ്സൂം ഗോത്രത്തെ ഒരാൾ എണിച്ചു വന്ന. അങ്ങനെ ഓണം ഇതേ കല്ലെടുത്തോണ്ട് വന്ന. എന്നിട്ടാവുക നബിതങ്ങ എന്താക്കിയിട്ടുണ്ടോ, ലവിതങ്ങ അവിടെ നിസ്കരിച്ചുകൊണ്ടുണ്ട്. വന്നിട്ട് മുട്ടെത്തുമ്പത്തുക കണ്ണേ കാണില്ലോ. അള്ളാഹു താല കൊണ്ട് കണ്ണിന്റെ ദൃഷ്ടിയെ അള്ളാഹു ഇല്ലാണ്ടാക്കിയ. അങ്ങനെ ഓൺ റിട്ടേൺ പോയി അങ്ങനെ കണ്ണിങ്ങനെ കാണാത്തവനായിട്ട് ആയെങ്കില തങ്ങളിങ്ങനെ ഓതുന്നത് ഇങ്ങനെ കേൾക്കണ ആയെങ്കില ഓണ് കണ്ണ് കാണില്ല. അള്ളാഹു താല എന്താക്കിയ കണ്ണിന്റെ മേ പൊട്ടുപടി വെച്ചാൽ ചെന്നിട്ടായിട്ട് മഹാന്മാരായ ഇമാം ബഹീറുല്ലാഹ് പോലെയുള്ള തഫ്സീറിൽ ഈ സംഭവം എഴുതി വെച്ചു. അപ്പൊ അതായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലി അങ്ങ് ചുമപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലവന്ന ടൈമിലും അങ്ങ് കാണാണ്ടായി പോയാറ് അള്ളാഹു താല നബി തങ്ങളെ കാണാത്ത പോലെ തടവടിട്ട് വെച്ചാൽ ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലി. ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ചില ഇമാമിങ്ങൾ ചൊന്നാറ് ഇതില് പിന്നെ ഒരു വിഷയം കിട്ടും. എന്തിനാ ചൊന്നിട്ടുണ്ടെങ്കിൽ وهذا بيان لكمال فضائل حالهم وكونهم محفوظين في مطمورة الغي والجهالة. അങ്ങ എത്ര നബിയെ നിങ്ങ നല്ലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങ് കേൾക്കട ആൾമാർ അല്ലാ ചൊല്ലേ ഒരു സൂചനയും ഇതിലുണ്ടോ ചൊന്നിട്ടായിട്ട്. കാരണം എന്തേ എത്രേ നബി തങ്ങ മുൻസത്ത് കാട്ടിയിട്ടുണ്ടെങ്കിലും എത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അങ്ങ് എന്തിനു വേണേ കാട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചന്ദ്രനെ പോലും ജണ്ട് പൂലാക്കിയിട്ട് കാട്ടിക്കൊടുത്തു. ഇതേ കാണ്ട് ചന്ദ്രത്തെ ജണ്ട് പീസാക്കിയിട്ട് പോലും കാട്ടിക്കൊടുത്തു. എന്നിട്ടെങ്കിലും പോലും വിശ്വസിക്കാത്ത ആൾമാരായിട്ടിരിക്കാറ്. അങ്ങ് വിശ്വാസം ചൊല്ലി ഞങ്ങളെ കൽബുക്ക് പത്രയില്ല. അതായിട്ട് ഈ ആയത്തിൽ സൂചന ചെന്നിട്ടും ഇമാമിങ്ങ അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചാർ. എന്നിട്ട് അല്ലാഹു ചൊല്ലേ വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. നബിയെ വസവാഉൻ അലൈഹിം അങ്ങക്ക് ഒരേപോലെ ആയിട്ടിരിക്കൽ. വസവാഉൻ അലൈഹിം അങ്ങ് ഒരേപോലെ ആയിട്ടിരിക്കൽ. എന്തിരെ അൻദർതഹും നബിയെ അങ്ങലിട്ടിക്ക് തങ്ങ എച്ചരിക്ക കൊടുത്തിട്ടുണ്ടെങ്കിലും അം ലം തുൻദിറുഹും അങ്ങ് എച്ചരിക്ക കൊടുത്തിട്ടുണ്ടെങ്കിലും ലാ യുഅ്മിനൂൻ അങ്ങ് വിശ്വസിക്കുന്ന ആൾമാരല്ല. അങ്ങനെ നബിയെ നിങ്ങൾ എത്ര എച്ചരിക്ക കൊടുത്താർ നിങ്ങൾ മാത്രം അള്ളാഹുടെ വിശ്വാസം വെച്ചില്ലെങ്കിൽ ഖുർആനെ മാത്രം നിങ്ങൾ വിശ്വാസം വെച്ചില്ലെങ്കിൽ അള്ളാഹുടെ നിര കൊണ്ടു ചെന്നിട്ടു എത്ര നിങ്ങൾ എച്ചരിക്ക കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങ് ഒരേപോലെ ആയിട്ടിരിക്കും. പാതകളുടെ മേൽ തന്നിരിക്കുക പോലെ ആയിട്ടിരിക്കും. അതൊന്നും നിൽക്കില്ല, ഇതേപോലെ ആയിട്ടിരിക്കും. എത്രേ ഇങ്ങനെ ചെന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും തലക്ക് പത്താത്ത ഒരു ജാത്തിങ്ങ ചെന്നിട്ടായിട്ടിരിക്കല് പരിശുദ്ധ ഖുർആൻ ചെന്നു. എന്നിട്ട് അള്ളാഹു നിത്തങ്ങളുടെ ചൊല്ലി ആയെങ്കിലും നബിയെ ഉപദേശാക്കരുത്. നബി തങ്ങൾ നിപ്പാട്ടണ കുതിരാം. നബിയെ നിങ്ങൾ എച്ചരിക്ക കൊടുക്കരുത്, നിങ്ങൾ നിപ്പാട്ടണ കുതിരാം. ഇന്നമാ തുൻദിറു മനിത്തബ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. നബിയെ ഇന്നമാ തുൻദിറു മനിത്തബ ദിക്റ. നബിയെ നിങ്ങൾ കൊടുത്ത് എച്ചരിക്ക ഉപകാരപ്പെട്ട ആരും കൊണ്ടുണ്ട മനിത്തബ ദിക്റ ഖുർആന്റെ ഫോളോ ആക്കട ആൾമാർ വാല് കേക്കട ആൾമാർക്ക് തങ്ങ കൊടുക്കുന്ന ഉപദേശ അത് ഉപകാരപ്പെട്ടു ചൊന്നിട്ടായിട്ടിക്കല് അള്ളാഹു ചൊല്ല്. എന്നിട്ട് മാത്രമല്ല വഖശിയ റഹ്മാൻ റഹ്മാനായ അള്ളാഹുടെ അങ്ങ് പേടിക്കാറ്. വാലും കേക്കടാറ് ഖുർആൻ ചൊന്ന പോലെ കേക്കടാറ് അള്ളാഹുടെ പേടിക്കാറ്. എന്നിട്ടെങ്കിൽ ഇങ്ങനത്തെ ആൾമാർക്ക് നബിയെ നിങ്ങൾ ഉപദേശ ഉപകാരപ്പെട്ടു. മാത്രമല്ല വഖശിയ റഹ്മാൻ റഹ്മാന്റെ അങ്ങ് പേടിക്കാറ്. ബിൽ ഗൈബ് മറഞ്ഞതായ ശിക്ഷ അങ്ങ് പേടിക്കാറ്. അല്ലെണ്ടെങ്കിൽ ബിൽ ഗൈബ് മറഞ്ഞതായ കാണാത്ത റബ്ബിനെ വിശ്വസിക്കാർ. അങ്ങനത്തെ ആൾമാർക്ക് കാണാത്ത റബ്ബിനെ പേടിക്കാർ. അങ്ങനത്തെ ആൾമാർക്ക് നബിയെ നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് പിടിക്കുന്നിട്ടായിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ടീച്ചറിനെ അതായിട്ട് ഉപകാരപ്പെട്ടത് മഹാനായ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആന്റെ വിഷയം ചെന്നു കൊടുത്തിട്ടാകുക കൽബുക നല്ല പിടിച്ചിട്ട് നല്ല താട്ടിട്ട് അതായിട്ട് ഇസ്ലാമിൽ ഫസ്റ്റ് മുസ്ലിമായ ഒരാളുണ്ടെങ്കിൽ അത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിട്ട്. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലാർ ആണിങ്ങളെ കൂട്ടത്തില് ഫസ്റ്റ് വിശ്വാസം വെച്ച ആളായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം കേട്ടിട്ട് വേഗ ഇസ്ലാമുക്ക് കടന്നു വന്ന ആളായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവിടെ രണ്ട് വിഷയം ചൊന്നെ നബി തങ്ങളെ ഉപദേശ ഉപകാരപ്പെട്ട ആരൊക്കെ ചൊന്നുണ്ടെങ്കിൽ ഒന്ന് വാല് കേൾക്കണു, രണ്ടാമത് വഖശിയ റഹ്മാന ബിൽ ഗൈബ് മറഞ്ഞ് റബ്ബുടെ കാണാത്ത റബ്ബുടെ വിശ്വാസം ആറുകൊണ്ടു പേടി ആറുകൊണ്ടു അവനുക്ക് അള്ളാഹു താലയുടെ അവനുക്ക് ഉപദേശം ഉപകാരപ്പെട്ടു ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ല്. കാണ്ട ശിക്ഷയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണക്ക് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് ശിക്ഷ കാണുമ്പോഴത്തേക്കു ആറും പടച്ചറപ്പടി പേടിക്കാർ. ഞങ്ങൾ പേടിക്കണായ നരക അത് ഞങ്ങൾ കണ്ടിട്ടില്ല.
പടച്ചുറപ്പ് അതിനെ കണ്ടിട്ടില്ല. ഈ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അതൊരു ബുക്കായിട്ടിക്കര്. യഥാർത്ഥത്തില ഞങ്ങൾ ഖുർആൻ ചെന്ന് വിശ്വസിக்கிறങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന കാരണത്തിലായിട്ടിക്കര്. മലായിക്കത്തെ ഞങ്ങൾ വിശ്വസിക്കുക എന്ത് കാരണത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു മലായിക്കത്ത് ഉണ്ടു ചെന്നുണ്ട്. അപ്പൊ ഹഷിയർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുനെ പേടിക്കൊണ്ടങ്ങ എങ്ങനെ ബിൽ ഗൈബ്, ഏകാന്തമായിട്ട് ഇക്കര സന്ദർഭത്തിലും പേടിക്കണം. അതല്ലേ പരിശുദ്ധ ഖുർആൻ ചൊന്നു വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. വർത്തമാത്തു അള്ളാഹുടെ പേടിച്ചുണ്ടെങ്കിലും അള്ളാഹു അവർക്ക് ഡബൽ സ്വർഗ കൊടുക്കാനായിട്ടിരിക്കല് പരിശുദ്ധ ഖുർആൻ ചൊല്ലി. ഒരു സംഭവം ചൊന്നാണ് പാട്ട്. ഉമർ ഖത്താബിന്റെ കാലത്തില് ഒരു ബാലക്കാരൻ, നല്ല ബാലക്കാരൻ, എപ്പോഴും ഉമർ ഖത്താബിട്ടിക്ക് ഇമാം ജമാഅത്ത് കിക്കും, എപ്പോഴും ഇമാം ജമാഅത്ത് കിക്കും. അങ്ങനെ വന്നിട്ട് ഔത്തുലു നാസ്താക്കളെ ബാപ്പറെ ഒട്ടികമേട്ടിക്കണം. ബാപ്പ ഇല്ലാണ്ട് നാസ്താക്കളില്ല, ഒട്ടികമേ ബാപ്പറൊട്ടി വിധിച്ചിട്ടായിട്ടിക്കര്. നാസ്താക്കളുടെയും ജാപത്തെ ചോറിനുടെയും ബാപ്പറെ ഒട്ടികമേ വിധിച്ചിട്ടായിട്ടിക്കര്. അങ്ങനെ ഈ നല്ല ബാലക്കാര ഇങ്ങനെ പള്ളിക്ക് പോയിട്ട് ഉമർ ഖത്താബുക്കും ഭാര്യ പിർസായിട്ടിക്കര്. ആ ബാലക്കാരട്ടിക്ക ചൊമ്മ പിർസായിട്ടിക്കര്. അങ്ങനെ ഒരു നാള് ഈ ബാലക്കാരുടെ ഇബാദത്ത് കണ്ടിട്ടാകുമ്പോ ഈ പള്ളിക്ക് പോണ്ടി തെരുള്ളു ഒരു അകമുണ്ട്. ആ ഔത്തുള്ളൊരു പെണ്ണ് പോണ്ട് എന്തെങ്കിലും നന്റെ ബലക്കിടോന്ന് ചൊന്നിട്ടു ചൊമ്മ നാളിൽ ഇങ്ങനെ കാത്തോണ്ടുള്ള. അങ്ങനെ ഒരു നാള് ഔത്തുക്ക് വിളിച്ചാൽ ഔലൗത്തുക്ക് വിളിച്ചാൽ ഇങ്ങനെ ഈ പള്ളിക്ക് പോകുമ്പോ ഔലൗത്തുക്ക് വിളിച്ചാൽ അങ്ങനെ വിളിച്ചിട്ട് ആകുമ്പത്തുകു ഈ ബാലക്കാര അവിടെ പോയ അയാൾ പോയിട്ട് വലമ്മ അസൽ ബാ അങ്ങനെ ഉൾക പോയിട്ടാകുമ്പത്തുക ബായിലുള്ള നൂണ്ടിട്ടാ ഔത്തുക്ക് നൂണ്ടിട്ടാകുമ്പത്തുകു ഓലെന്താക്കിയാൽ ഔത്ത് ഡോറടിച്ചിട്ടാകുമ്പത്തുകു അപ്പ ഈല മനസ്സില് പടച്ചറപ്പടെ ഖുർആന്റെ ഒരു ആയത്തായിട്ടിക്കൽ ഓർമ്മ വന്ന്. ആ ടൈമിൽ ഓർമ്മ വന്ന് ഔത്തിൽ ആരുമില്ല, ആ പെണ്ണും ഈല മാത്രമായിട്ട് ഈ ബാലക്കാര മാത്രമായിട്ടിക്കലുള്ളു. ആ ടൈമിൽ ഈല മനസ്സിക്ക് വന്ന് സൂറത്തുൽ ആറാഫിടെ 201 ആയത്തായിട്ടിക്കൽ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുഅ്റിദൂൻ ചൊന്നിട്ടെങ്കിലും ഈ ഇന്നല്ലദീന തഖൗ നല്ല തഖ്വഉല്ലാൽ അല്ലാഹുവിന്റെ പേടിയുല്ലാൽ അവനൊരു മാത്തു ശൈത്താൻ മാത്തോടെ കുടിക്കേണ്ടെങ്കിലും അവനക്ക് പടച്ചറപ്പുടെ നെനപ്പ് വരൂ. ആ ടൈമിൽ അവനു നല്ല ആ വിഷയത്തിൽ എന്താക്കുക, ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ നല്ല തീരുമാനത്തിൽ വരൂ ചെന്നിട്ടുള്ളേ. ഈ ഒരു ആയത്തിങ്ങനെ ഓർമ്മ വന്നിട്ടാകുമ്പോ ആ ഔത്തുലുള്ള ബാലക്കാര സഡൻലി ഹബർത്തപ്പെട്ടു പോന്ന, ഈ ആയത്തിനെ നെനപ്പാക്കിയിട്ട് ഹബർത്തപ്പെട്ടു പോന്ന. അങ്ങനെ ഹബർത്തപ്പി പോന്നിട്ടാകുമ്പോ ഈ പെണ്ണിക്ക് പേടി എന്തിനാക്രേശം പേടി ഓലെന്താക്കിയാൽ മുട്ടത്തെ ഒരു പെണ്ണിങ്ങനെ വെച്ചുകൊണ്ടു ഈ ബാലക്കാർ ഔത്തിൽ പോകുന്ന ഈ ബാലക്കാരുടെ വൈകിട്ട് ഔത്തെ ഗേറ്റ് പടത്തിട്ടാൾ. കാരണം അബർത്തപ്പി പോന്നിട്ടാകുമ്പോ ഒരു പേടി ഗേറ്റ് പടത്തിട്ടാൾ. അങ്ങനെ അണ്ട് ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ബാപ്പ ഇങ്ങനെ കാത്തോണ്ടുണ്ട് മോന്റെ ചോറിനോട് പിന്നിട്ട് ആയെങ്കില മോൻ പണ്ടത് കണ്ടില്ല, മോന്റെ കുറെ നേരമായിട്ട് കണ്ടോണ്ടില്ല. അങ്ങനെ കണ്ടോണ്ടില്ലാണ്ടാകുമ്പോത്തുക ബാപ്പ ഇങ്ങനെ എണിച്ചിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോത്തുക ഓർമ്മോത്രു ഈ മോണു മൂന്നതായിട്ട് മൂന്നായിട്ട് കാണുമ്പോഴത്തേക്കും ബാപ്പ എന്താക്കിട്ട് മോന്റെ ഒയ്ക്കൊണ്ട് പോയിട്ട് ഔത്ത് വെച്ചിട്ട് തെല്ല് നാറാകുമ്പോഴത്തേക്കും ഈ മോണുകു എസർത്ത് വന്നു. അങ്ങനെ എസർത്ത് വന്നിട്ടാകുമ്പോഴത്തുക മോണ്ടിട്ടിക്ക് ബാപ്പയ്ക്ക് എടുത്ത് മാലക്കയ്യ ബുനയ്യ മോനെ എന്തൊരു വിഷയം ചൊന്നു കേടുത്ത് അപ്പ ഈ മോന് സ്റ്റോറിയുള്ള ചൊന്ന ഞാനിങ്ങനെ പള്ളിക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഔത്ത് ഒരു പെണ്ണായിട്ടിക്ക് നന്റെ കുടിക്കുകയെ അങ്ങനെ നന്റെ ഔത്ത് വിളിച്ചിട്ട് അവള് വ്യഭിചാരത്തുള്ള എല്ലാ സെറ്റപ്പിലേക്കുമ്പോഴത്തേക്കായിട്ടിക്കര് പടച്ചറപ്പടെ സൂറത്തുൽ ആറാഫിടെ 201 ആയത്തിനൊക്കെ ഓർമ്മ വന്നിട്ടാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഹബർത്തപ്പെട്ടു പോകുന്ന അയപ്പിന്നൊക്കെ എന്തിരിച്ചൊന്ന് കൊഞ്ചില്ലാത്തുന്നിട്ടു. ഇങ്ങനെ ഈ ബാലക്കാര ബാപ്പറട്ടികളുടെ വിഷയത്തുന്ന അങ്ങനെ ബാപ്പറട്ടി വിഷയത്തുന്നിട്ടു തെല്ല് പാർക്കുമ്പോഴത്തേക്കും ഈ ബാലക്കാരുടെ മനസ്സിൽ ബന്ധ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്വർത്തതാണ് പോയല്ലേ ആ പെണ്ണിങ്ങനെ വിളിച്ചിട്ടാകുമ്പോഴത്തേക്കും ഞാൻ പോയല്ലേ ചെന്നിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് രണ്ടാമത് ബാപ്പയുടെ മുന്നലെ ഈ ബാലക്കാർ ഹബർത്തപ്പി പോന്ന പോന്നിട്ടാകുമ്പോഴത്തേക്ക ബാപ്പ ആ പിന്നെ മോന്റെ ഇങ്ങനെ പന്തുവാട്ടി നോക്കുമ്പോഴത്തേക്ക ഫൈദാഹു മയ്യിത്ത് ആ ബാലക്കാര മരിച്ചിട്ടായിട്ട് അങ്ങനെ ബാപ്പ എന്താക്കിയിട്ട് ചൊമ്മനാറന്തും വെച്ചില്ല മയ്യത്തിന്. ഉമർ ഖത്താബ് തന്റെ ഭരണത്തെ കാലത്തിലായിട്ടിക്കരും ഉമർ ഖത്താബിന്റെ ഏറ്റവും പ്രസിദ്ധപ്പെട്ട ഒരു ബാലക്കാരൻ കൂടിയായിട്ടിക്കരും. അങ്ങനെ ഈ ബാപ്പ ഈ ബാലക്കാരുടെ മയ്യത്ത് അതേപോലെ കുളിപാടിത്ത് കപ്പനാക്കിത്ത് എല്ലാ കാര്യവും ദപ്പനും ജാവുകയാക്കി. അങ്ങനെ ഈ ജാവുകാക്കിട്ട് ഏഴ് സുബൈക്ക് നിസ്കാരത്ത് പള്ളി വീട്ട് ഉമർ ഖത്താബായിട്ടിക്കര് പള്ളിയിലെ ഇമാം. അങ്ങനെ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടായാൽ പിന്നെ
ഉമർ ഖത്താബിനെ മുട്ട ഈ ബാപ്പ പോയി ചൊന്തു തന്റെ മോനിങ്ങനെ ഇന്നാലെ മരിച്ചരാ നാ പിന്നെ നിങ്ങ ജാവുകു നീങ്ങെന്തു മുതലായി പോകും ചൊന്നിട്ടു ജാവുകെന്തു നിങ്ങ നാ തെരിപ്പാട്ടുണ്ട് ജാവുಗೆ ನಾನು ಅಡಕಿರೇ ചൊന്നിട്ടു ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും അപ്പ ഉമർ ഖത്താബ് എടുത്ത് അയല്ലേ കബറോടെ ചൊന്നി കടിച്ചു ആ മോന്റെ കബറോടെ ചൊന്നി കടിച്ചു കബറോടെ ചൊന്നിട്ടു നക്കത് കാട്ടോറ് ചൊന്നിട്ടു ഉമർ ഖത്താബ് തന്റെ ബാപ്പരെ അയലാക്കിന്റെ പാലക്കാരുടെ ബാപ്പരെ ഒട്ടികമേ വന്നിട്ട് കബറോടെ നിന്നിട്ട് ഉമർ ഖത്താബ് ചൊന്തു യാ ഫുലാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ സൂറത്തുർ റഹ്മാന്റെ ആയത്ത് നമ്പർ 46 മോനെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചൊന്നറ അള്ളാഹുനെ പേടിച്ച ഒരു മനുഷ്യക്ക് 2 ഡബിൾ സ്വർഗ്ഗം കൊടുക്കറേ ചൊന്നറ നിന്റെ അവസ്ഥ എങ്ങനെയാ ചൊന്നിട്ടു ഖബറിന്റെ മേൽ നിന്നിട്ട് ഉമർ ഖത്താബ് ആയിട്ട് വിളിക്കര് ആ ബാലക്കാരുടെ അപ്പ ഖബറിൽ ഒരു സൗണ്ട് ആയിട്ട് അജാബഹുൽ ഫതാ ആ ബാലക്കാരെ ചൊല്ല മിൻ ദാഖിലിൽ ഖബർ ഖബർ ഉൾഗത്തെ ഒരു സൗണ്ട് ആയിട്ട് പുറത്ത് ഉമർ ഖത്താബ് കേക്കടെ കദ് അഅതാനിഹിമാ റബ്ബി ഫിൽ ജന്നതി മറത്തൈൻ ഉമർ ഖത്താബെ ആ 2 സ്വർഗ്ഗവും അല്ലാഹു നക്ക് തന്നറാ ചൊന്നിട്ടായിട്ട് ആ 2 സ്വർഗ്ഗവും അല്ലാഹു നക്ക് തന്നറാ ചൊന്നിട്ടായിട്ട് ആ ബാലക്കാർ ഉമർ ഖത്താബിട്ട് ചൊല്ലുമ്പോഴത്തേക്കു ഭാര്യ ഒരു സന്തോഷം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ബാലക്കാര അത്രയും വ്യഭിചാരത്തുകൾ എല്ലാ വ്യവസ്ഥ കിട്ടിയിട്ട് പോലും ഈ ബാലക്കാര അവിടെ പേടിച്ച് പടച്ച റബ്ബുടായിട്ട് കാണാത്ത ഒരു റബ്ബുടായിട്ട് പേടിച്ച് അതായിട്ട് ഖുർആൻ തന്നെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ പടച്ച റബ്ബുടെ മാത്തും ഞങ്ങ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പേടിച്ചിട്ടുണ്ടെങ്കിലും ഡബിൾ സ്വർഗ്ഗം അല്ലാഹു ഞങ്ങൾ തണ്ടാ ചൊന്നിട്ടായിട്ട് സൂറത്തുർ റഹ്മാന്റെ ആയത്ത് നമ്പർ 46 അല്ലാഹു തന്നെ അതേ ആയിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെ ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം ഇൻഷാ അല്ലാഹ് ബാക്കി നാലുകളുടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഏകാന്തമായ ജീവിതത്തിലും ഞങ്ങ ധാരാളം പേടിക്കരെ അങ്ങനത്തെ ഒരു മനസ്സ് അങ്ങനത്തെ ഒരു കൽബ് അല്ലാഹു നീ ഞങ്ങൾ തരണു റഹ്മാനെ ഇങ്ങനത്തെല്ലാം ഹറാം ഞങ്ങൾ എതിർ വന്നിട്ടുണ്ടെങ്കിലും പടച്ചറബേ ആ ഹറാമിടെ മുന്നോട്ട് നിന്റെ ഒരു പേടി ഞങ്ങൾ എല്ലാരെയും കൽബ് നീട്ടി തരണു റഹ്മാനെ ഹറാമിടെ എല്ലാ വ്യവസ്ഥകളും പടച്ചറബേ ഹറാം ജീവിതത്തിൽ ഒർക്കലും ആക്കാണ്ട് ജീവിതത്തിൽ ഹലാലായ നിലക്ക് മാത്രം ജീവിച്ചിട്ട് ആ നിലക്ക് മരിക്കണു നീ ഞങ്ങൾ തൗഫീഖ് തരണു റഹ്മാനെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു